പെർത്തിൽ ഇന്ത്യൻ നായകൻ ജസ്പ്രീത് ബുംറയുടെ തീപ്പൊരി പന്തുകൾക്ക് മുന്നിൽ ബാറ്റ് താഴെ വെച്ച് ഓസ്ട്രേലിയ. 150 റൺസിന് ഇന്ത്യയെ വീഴ്ത്തിയ ആത്മവിശ്വാസത്തിൽ ബാറ്റ് ചെയ്യാനെത്തിയ ഓസീസ് പടയെ ബുംറ വെള്ളം കുടിപ്പിച്ചു. അടിക്ക് തിരിച്ചടി നൽകാൻ താൽക്കാലികമായി ഇന്ത്യൻ നായകന്റെ വേഷമിട്ട ജസ്പ്രീത് ബുംറ കാത്തിരിക്കുകയായിരുന്നു. 104 റൺസിന് ഓസ്ട്രേലിയയെ കൂടാരം കയറ്റി നിർണായകമായ ലീഡാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. 5 വിക്കറ്റുകളുമായി ഓസീസ് ബാറ്റർമാരെ വിറപ്പിച്ച ജസ്പ്രീത് ബുംറ നിരവധി റെക്കോർഡുകളും സ്വന്തം പേരിൽ കുറിച്ചു. ആദ്യ ദിവസം അവസാനിക്കുമ്പോൾ 67-ന് 7 വിക്കറ്റുകൾ നഷ്ടപ്പെട്ട നിലയിലായിരുന്നു ഓസ്ട്രേലിയ. 7 പേർ പുറത്തായിട്ടും ക്രീസിൽ നിൽക്കുകയായിരുന്ന അലക്സ് കാരിയിലായിരുന്നു ഓസ്ട്രേലിയൻ ആരാധകരുടെ ഏക പ്രതീക്ഷ. സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകൾക്കിടയിൽ അലക്സ് കാരി ക്രീസിലുണ്ട് എന്നും അയാളെ പുറത്താക്കി മിനിമം 50 റൺസെങ്കിലും ലീഡെടുക്കാൻ ഇന്ത്യക്ക് കഴിയണം എന്നുമായിരുന്നു ഒരു ഇന്ത്യൻ ആരാധകൻ പറഞ്ഞത്. ആ ദൗത്യവും ബുംറക്കാണ് നിറവേറ്റാൻ കഴിഞ്ഞത്. രണ്ടാം ദിവസത്തെ തന്റെ ആദ്യ പന്തിൽ തന്നെ അലക്സ് കാരിയെ ബുംറ പവലിയനിലേക്ക് അയച്ചു. ഇതോടെ ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എഡിഷനിൽ 50 വിക്കറ്റുകൾ സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ പേസ് ബോളറും മൂന്നാമത്തെ ഇന്ത്യൻ ബോളറുമായാണ് ബുംറ മാറിയത്. സീസണിൽ 11 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നാണ് ബുംറ 50 ബാറ്റർമാരെ പുറത്താക്കിയത്. കാരിയുടെ വിക്കറ്റ് സ്വന്തമാക്കി ഇന്നിംഗ്സിൽ 5 വിക്കറ്റ് നേട്ടം പൂർത്തിയാക്കാനും ബുംറയ്ക്ക് കഴിഞ്ഞു. ഈ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എഡിഷനിലെ ബുംറയുടെ മൂന്നാമത്തെ 5 വിക്കറ്റ് നേട്ടമാണിത്. നേരത്തെ സ്പിന്നർമാരായ രവിചന്ദ്രൻ അശ്വിനും രവീന്ദ്ര ജഡേജയുമാണ് ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എഡിഷനിൽ 50 വിക്കറ്റുകൾ പൂർത്തിയാക്കിയ ഇന്ത്യൻ താരങ്ങൾ. അശ്വിൻ 3 ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എഡിഷനുകളിലാണ് 50-ലധികം വിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുള്ളത്. 2019-21 ചാമ്പ്യൻഷിപ്പിൽ 71 വിക്കറ്റുകൾ നേടി അശ്വിനാണ് ഈ പട്ടികയിൽ 1-ാം സ്ഥാനത്ത്. ഈ സീസണിൽ അശ്വിൻ ഇതുവരെ 62 വിക്കറ്റുകളും ജഡേജ 51 വിക്കറ്റുകളും വീഴ്ത്തിയിട്ടുണ്ട്. ക്രിക്കറ്റിലെ 3 ഫോർമാറ്റുകളും കൂട്ടിയാൽ ഈ വർഷം ഏറ്റവും അധികം വിക്കറ്റുകൾ വീഴ്ത്തിയ താരമായും ജസ്പ്രീത് ബുംറ മാറി. ഇതുവരെ 61 വിക്കറ്റുകളാണ് ബുംറ വീഴ്ത്തിയിട്ടുള്ളത്. 60 വിക്കറ്റുകളുമായി ശ്രീലങ്കയുടെ വനിന്ദു ഹസരംഗയാണ് ഇക്കാര്യത്തിൽ 1-ാം സ്ഥാനത്ത്. 46 വിക്കറ്റുകളുമായി 2024-ലെ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് വിക്കറ്റുകൾ എന്ന കാര്യത്തിൽ ബുംറയും അശ്വിനും ഒപ്പത്തിനൊപ്പമാണ്. ഓസ്ട്രേലിയയെ 104 റൺസിന് പുറത്താക്കിയ ഇന്ത്യ പെർത്ത് ടെസ്റ്റിൽ 46 റൺസിന്റെ ലീഡാണ് സ്വന്തമാക്കിയത്. 24 വർഷത്തിനിടെ ഓസ്ട്രേലിയ സ്വന്തം മണ്ണിൽ പുറത്താകുന്ന ഏറ്റവും ചെറിയ മൂന്നാമത്തെ ഇന്നിംഗ്സ് സ്കോറാണിത്. 2016-ൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 85 റൺസിനും 2010-ൽ ഇംഗ്ലണ്ടിനെതിരെ 98 റൺസിനും അവർ പുറത്തായിരുന്നു. ഇന്ത്യ ഏറ്റവും കുറഞ്ഞ സ്കോറിൽ പുറത്തായിട്ടും ലീഡ് നേടുന്ന മൂന്നാമത്തെ മത്സരമായി ഈ മത്സരം മാറി. 2002-ൽ ന്യൂസിലൻഡിനോട് 99 റൺസിന് ഓൾ ഔട്ടായിട്ടും ഇന്ത്യ 5 റൺസ് ലീഡ് നേടിയിരുന്നു. 1936-ൽ 147 റൺസിന് ഇംഗ്ലണ്ടിനോട് പുറത്തായെങ്കിലും 13 റൺസിന്റെ ലീഡ് അന്ന് ഇന്ത്യ നേടുകയുണ്ടായി. അരങ്ങേറ്റ താരം ഹർഷിത് റാണ 3 വിക്കറ്റുകളും മുഹമ്മദ് സിറാജ് 2 വിക്കറ്റുകളും വീഴ്ത്തി. 26 റൺസ് എടുത്ത മിച്ചൽ സ്റ്റാർക്കാണ് ഓസ്ട്രേലിയയുടെ ടോപ്പ് സ്കോറർ. ഓസീസ് നിരയിലെ പ്രമുഖ താരമായ സ്റ്റീവ് സ്മിത്തിനെ ബുംറ ഗോൾഡൻ ഡക്കാക്കിയാണ് മടക്കിയത്. ടെസ്റ്റ് കരിയറിൽ ഇത് 2-ാം തവണയും 10 വർഷത്തിനിടെ ആദ്യവുമായാണ് സ്മിത്ത് നേരിട്ട ആദ്യ പന്തിൽ തന്നെ പുറത്താകുന്നത്. ഓസ്ട്രേലിയയിൽ സ്മിത്തിനെ ഗോൾഡൻ ഡക്കിന് പുറത്താക്കിയ ചരിത്രത്തിലെ ഏക ബൗളറാണ് ബുംറ. 2014-ൽ ദക്ഷിണാഫ്രിക്കയിൽ ഡെയിൽ സ്റ്റെയിൻ സ്മിത്തിനെ ഗോൾഡൻ ഡക്കിന് പുറത്താക്കിയിരുന്നു.